ഹലോ മൈ ഡിയർ ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റൂട്ട് സ്റ്റോറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിലൊക്കെ ഇങ്ങനെ യെല്ലോ ലീഫുകൾ കാണാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും ഒരു പ്ലാന്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യും. പിറ്റേ ദിവസം നോക്കുമ്പോൾ ലീഫുകൾ ഇങ്ങനെ യെല്ലോയിഷായി കൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മിക്കവാറും നമ്മുടെ പ്ലാന്റ് തന്നെ കംപ്ലീറ്റ്ലി ലീഫുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് കാണാൻ ഒരു ഭംഗിയും കാണത്തില്ല. കംപ്ലീറ്റ്ലി ആ ഒരു പ്ലാന്റിനെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്ലാന്റ്സ് ഇങ്ങനെ യെല്ലോ ലീഫ് വരുമ്പോൾ നമ്മൾ അതിനെ കുറച്ചൊന്ന് കെയർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് തന്നെ കംപ്ലീറ്റ്ലി നശിച്ചു പോവുകയും ചെയ്യും. എല്ലാ ഓർക്കിഡ്സിലും ഉണ്ടാകുന്നതാണ് ഇതുപോലെ യെല്ലോ ലീഫുകൾ കാണുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് ലീഫുകളൊക്കെ യെല്ലോയിഷായി പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഓർക്കിഡ്സ് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ ഒരു മൊക്കാര ഓർക്കിഡിലാണ് കേട്ടോ. അപ്പം മൊക്കാര എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഓർക്കിഡ് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. അപ്പം പൂക്കാറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഒരു ലീഫ് അടിയിൽ യെല്ലോയിഷായി നിൽക്കുന്നു. അപ്പം ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ലീഫുകൾ യെല്ലോ ആകുന്നത്. അപ്പം ഇതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പ്ലാന്റിൽ കേസ് എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, പല സ്ഥലത്ത് പല ലീഫിലായിട്ട് ഇതുപോലെ യെല്ലോ കളർ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് വെയിൽ കൂടിയിട്ടുള്ള ഒരു സൺ ബേൺ പോലെ ഏറ്റതാണ്. പക്ഷേ സൺ ബേൺ ആയിട്ടില്ല, പക്ഷേ ലൈറ്റ് കൂടിയിട്ടാണ് ഇതുപോലെ യെല്ലോ ആവുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ലീഫ് ആണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഒരുപാടൊക്കെ വലുതാകുമ്പോൾ ആദ്യം വന്ന ലീഫുകൾ ഇതുപോലെ യെല്ലോയിഷ് ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ വന്ന് ഒരു സിസർ വെച്ച് കട്ട് ചെയ്ത് അങ്ങ് കളഞ്ഞാൽ മതി. ഇതുപോലെ പ്ലെയിൻ കളർ യെല്ലോ ആണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് പ്ലാന്റ്സിന് ഒരു പ്രോബ്ലം ഇല്ല. ആ ലീഫിൽ പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ് മൂലവും നമ്മുടെ ലീഫുകൾ ഇങ്ങനെ നശിക്കാറുണ്ട്, കേടാവാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള വേറൊരു മൊക്കാര എന്ന് പറയുന്ന ഓർക്കിഡ് വെറൈറ്റി ഓർക്കിഡിൻ്റെ ഒരു പ്ലാന്റാണ്. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു ഓർക്കിഡിൻ്റെ തന്നെ ഒരു ചെടി കേട്ടോ. ഇതിൽ കണ്ടില്ലേ, ഏറ്റവും അടിയിലത്തെ ലീഫ് യെല്ലോയിഷായി നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും ആ പ്ലാന്റ്. അപ്പം പ്ലാന്റ് വളരുന്നതനുസരിച്ച് പഴയ ലീഫുകൾ ഇതുപോലെ യെല്ലോയിഷായിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു യെല്ലോയിഷ് ലീഫുകളിൽ ഒരുപാട് കറുത്ത സ്പോട്ടുകൾ, ഇതുപോലെ കറുത്ത പാച്ചസും സ്പോട്ടുകളൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം പ്ലാന്റ്സിനെ. ആ ഒരു പ്ലാന്റിനെ ശ്രദ്ധിക്കണം. കൂടെ തന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന പ്ലാന്റ്സിനെ നമ്മൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ കറുത്ത സ്പോട്ട് വരുന്നത്, അപ്പോൾ ഇത് നമ്മൾ വെച്ചിരിക്കുന്ന മറ്റു പ്ലാന്റ്സിനോട്ടും പകരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ യെല്ലോ ലീഫുകൾ കാണുകയാണെങ്കിൽ അതിൽ ഒരുപാട് സ്പോട്ടുകൾ ആണെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇതിലേതെങ്കിലും ആയിട്ടാണ് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് കൂടുതലും ഈ സർക്കിൾ പോലെയും ചെറിയ ഇതൊക്കെ ഡോട്ട് പോലെയൊക്കെ ഉണ്ടാകുന്നത് ലീഫിലും. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് കണ്ട ഉടനെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ മറ്റു പ്ലാന്റ്സിൻ്റെ അടുത്തൊന്നും വെക്കാതെ എങ്ങനെയെങ്കിലും തീയിട്ടോ അങ്ങനെയൊക്കെ മറ്റും നശിപ്പിച്ച് കളയണം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്ലൈഡ് വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. കണ്ടില്ല, ചെറിയൊരു ബ്ലൈഡ് വെച്ച് ഞാനത് കട്ട് ചെയ്ത്, നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന സിസർ ആയിരുന്നാലും ബ്ലൈഡ് ആയിരുന്നാലും നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ പ്ലാന്റിൽ വീണ്ടും കയറാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് തേച്ച് കൊടുക്കണം. ഞാനിപ്പോൾ അതേ സാഫാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തതോ ജസ്റ്റ് ആ ഒരു പ്ലാന്റിൽ ആ ലീഫ് കട്ട് ചെയ്ത ആ ഒരു പോർഷനിൽ കുറച്ചൊന്ന് തേച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ലീഫുകൾ യെല്ലോയിഷ് ആവാൻ വേറൊരു കാരണമുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട്സിൽ എന്തെങ്കിലും ടൈപ്പ് ഇൻഫെക്ഷൻസ് കയറുമ്പോൾ നമ്മുടെ ചെടിയിൽ ലീഫുകൾ യെല്ലോയിഷായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചോളാം, നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ടിലൊക്കെ നന്നായിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ടൈപ്പ് ഇൻഫെക്ഷൻസ്, റൂട്ട് ചിലപ്പോൾ ചീയലോ അങ്ങനെ ഡ്രൈ ആയി പോകലോ ഒക്കെ ആകുമ്പോഴാണ് ചില സമയത്ത് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ലീഫുകളൊക്കെ ഇങ്ങനെ യെല്ലോയിഷായി പോകുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഡെൻഡ്രോബിയത്തിൻ്റെ ഓർക്കിഡ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർക്കിഡിൻ്റെ ലീഫ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇതിലൊക്കെ അവിടെ എവിടെയായിട്ട് ചെറിയ യെല്ലോ ഡോട്ടുകൾ കാണുമ്പോൾ അറിയാമായിരിക്കും. ഇതെന്തെന്ന് വെച്ചാൽ ഇത് വെയിൽ കൂടിയിട്ടുണ്ടാകുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സിന്. അപ്പം ഓവർ ചൂട് കൂടിയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇതുപോലെ യെല്ലോ പാച്ചസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലാന്റിനെ ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങ് താനേ ചിലപ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും കേട്ടോ. ഈ ഒരു ഡെൻഡ്രോബിയം ചെറിയൊരു സീഡ്ലിംഗ് പ്ലാന്റ് നോക്കിക്കേ, ഇതിൻ്റെ ഒരു ലീഫ് കണ്ടില്ലേ, യെല്ലോയിഷ് ആയിട്ടുണ്ട്. പക്ഷേ 2 ദിവസം മുമ്പ് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഗ്രീൻ കളറിൽ ഇരുന്ന ലീഫാണ് പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് യെല്ലോയിഷ് ആയതാണ് കേട്ടോ ഈ ഒരു ലീഫ്. അത് കാണുമ്പോൾ അറിയാം അതിൻ്റെ അത് മൊത്തം ബ്ലാക്ക് കളർ ഡോട്ടുകളുണ്ട്. അതൊരു ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ ഒരു കാരണവശാലും നമ്മുടെ മറ്റു പ്ലാന്റ്സിൻ്റെ അടുത്തോട്ട് വെക്കാൻ പാടില്ല. നമ്മൾ ഉടനെ തന്നെ അതിനെ മാറ്റിയിട്ട് അതിനെ ആ ലീഫ്
കട്ട് ചെയ്ത് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് സാഫ് പ്ലാന്റ് കംപ്ലീറ്റ്ലി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ലീഫ് ഒന്ന് തിരിച്ച് നോക്കുവാണെങ്കിൽ കാണാം. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ റിങ് പോലെയോ സർക്കിൾ പോലെയോ ഒക്കെ കാണുവാണെങ്കിൽ അത് ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസാണ്. സോ അത് നമ്മുടെ പ്ലാന്റിനെ ഇത് ഇരിക്കും തോറും വീണ്ടും കൂടി നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ തൊട്ടപ്പോഴേ ഒടിഞ്ഞിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ പതുക്കെ ഒന്ന് ചെടി കുലുങ്ങാത്ത രീതിയിലൊന്ന് ഒടിച്ച് കളഞ്ഞാലും മതി. ചെടി കുലുങ്ങാൻ പാടില്ല ഒരു കാരണവശാലും, എങ്കിൽ അതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ്. കണ്ടില്ലേ, പതുക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ഈ ലീഫ് നോക്കിക്ക്, ഇതിൽ ഫുള്ള് ഇൻഫെക്ഷനാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ജെല്ല് പോലെ കാണും. ഈ ലീഫിൻ്റെ ബാക്കിൽ ഒരുമാതിരി വെള്ളം കെട്ടി നിൽക്കുന്ന പോലെ കാണും. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ഫെലനോപ്സിസ് എന്ന ഓർക്കിഡിൻ്റെ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നോക്കുവാണെങ്കിൽ അറിയാം, ഇതിൻ്റെ അത് യെല്ലോ കളർ കുറച്ച് കുത്തു പോലെ കിടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ സൺബേൺ ആണ് കേട്ടോ. ഒരുപാട് വെയിൽ കൂടിയിട്ട് നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡിന് പൊതുവേ ഇതുപോലെ സൺലൈറ്റ് വേണ്ട ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡുകൾ. ഇത് വെയിൽ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞ കളർ കുത്തി കിടക്കുന്നത്. അത് ഈ ലീഫിൻ്റെ അടിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കുത്ത് സെയിം ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് ഇങ്ങനെ കുത്തുണ്ടെങ്കിൽ നശിച്ചുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ആ കുത്തിൻ്റെ അവിടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാഫ് തേച്ചിട്ട് നല്ല രീതിയിലൊരു ഷെയ്ഡിൽ പ്ലേസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണമെന്ന പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ വെയിലത്തായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലീഫുകൾ യെല്ലോയിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു 1-2 ആഴ്ചയൊക്കെ നന്നായിട്ട് ഷെയ്ഡിൽ വെച്ചിട്ട് പതുക്കെ ഒരു സൺലൈറ്റിലോട്ട് വെക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത് കേട്ടോ. ഇത് കണ്ട എൻ്റെ ഒരു വേറൊരു ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റാണ്. അതിൽ കണ്ടില്ലേ, ഞാൻ തൊട്ടപ്പോൾ തന്നെ ആ ലീഫ് ഇളകി വന്നു. ഇതും ഒരു ഇൻഫെക്ഷനാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റൊക്കെ ഒരു കാരണവശാലും ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ അടുത്ത് വെക്കാൻ പാടില്ല. അപ്പോഴേ തന്നെ നമ്മൾ അതിനെ എടുത്ത് റിമൂവ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ വീണ്ടും നമ്മുടെ ഇരിക്കുന്ന ഓർക്കിഡ്സിലൊക്കെ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.